തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെയായിട്ട് കോൺഗ്രസിൽ നിന്ന് ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടിയിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ വി.ഡി. സതീശനാകട്ടെ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ഈ 3 പേർക്കുമായിട്ടുള്ള വലിയ രീതിയിലുള്ള PR ക്യാമ്പയിനുകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിയിട്ട് ജനനായകൻ എന്നൊരു വീഡിയോ സീരീസ് വരുന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ACC ജനറൽ സെക്രട്ടറി കൂടിയാണ് കെ.സി. വേണുഗോപാൽ. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വൻ രീതിയിലുള്ള ക്യാമ്പയിനുകളാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാകുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര പുസ്തകം കൂടിയിട്ട് പുറത്തു വരാൻ പോകുന്നു. പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനാകട്ടെ അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെയും അല്ലാതെയുമായുള്ള പ്രസംഗങ്ങൾ മുൻനിർത്തിയിട്ടുള്ള പുസ്തകമാണ് പുറത്തു വരുന്നത്. ഇതോടൊപ്പം തന്നെ കോൺഗ്രസിലെ നേതാക്കൾ കൂടിയിട്ട് ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ചർച്ചകളിൽ പങ്കുചേരുന്നുണ്ട്. അതിൽ അജയ് തറയിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എൻ്റെ സ്വപ്നത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന രീതിയിലാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടത്. അതിലാരും പേരൊന്നും പറയുന്നില്ല, പക്ഷേ അതിൻ്റെ അകത്ത് അദ്ദേഹം കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടെന്ന്. വിദ്യാർത്ഥി യുവജന നേതാവായിരിക്കണം, അദ്ദേഹം പോലീസിൻ്റെ മർദ്ദനം ഏറ്റുവാങ്ങിയിരിക്കണം, അതോടൊപ്പം തന്നെ ഈ ജലബീരങ്കിയിൽ നിന്നുള്ള വെള്ളമൊക്കെ അല്ലെങ്കിൽ അതൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളായിരിക്കണം, അതെ, പുറലുന്ന ആളായിരിക്കണം. ഇതിനൊക്കെ പുറമെ അദ്ദേഹം ഒരു ദിവസമെങ്കിലും ജയിൽവാസം കൂടിയിട്ട് അനുഭവിച്ച ആളാകണം. മറ്റൊന്ന്, ഈ സോഷ്യൽ മീഡിയ കാലത്തെ നേതാവിനല്ല, ജനങ്ങളുടെ മനസ്സിലിടമുള്ളൊരു നേതാവിനെ കൂടിയായിരിക്കണം വേണം എന്നാണ് അജയ് തറയിൽ പറയുന്നത്. ഇന്ന് കെ.സി. വേണുഗോപാൽ ആകട്ടെ ഇത്തരം മുഖ്യമന്ത്രി ചർച്ചകളിൽ നിന്നും അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ല എന്ന മട്ടിലൊരു ഒഴുക്കം മറുപടി കൂടിയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ശരിക്കും ഈ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാകും എന്ന രീതിയിലുള്ള അടിയൊഴുക്കുകൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് വേണം ഇതിനെ തുടർന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളതും. ഇതിലേക്കാണ് ജിമ്മി, ഇപ്പോഴത്തെ ഈ 3 നേതാക്കളെ മുൻനിർത്തിയിട്ടുള്ള PR പ്രചാരണ പരിപാടികൾ കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന അടി എത്രത്തോളം വലുതായിരിക്കും? 2 നേതാക്കളുടെ PR ഏജൻസി കൊച്ചിയിൽ നിന്നാണ്, ഒരു നേതാവിൻ്റെത് ബാംഗ്ലൂരാണ്. വലിയ ആലോചനകളും ചിന്തകളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് സത്യനന്ദിക്കാടിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, സന്ദേശത്തിനകത്തുള്ള ഈ CPM-കാരെ കുറിച്ചുള്ള ഒരു കളിയാക്കലുണ്ട്, കോൺഗ്രസ്സുകാരെ കുറിച്ച് വേറൊരു കളിയാക്കലുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലാൽ ജോസിൻ്റെ ക്ലാസ്മേറ്റ്സിലും ഈ കോൺഗ്രസ്സുകാരെ കുറിച്ച് പറയുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു മറ്റേത് കളിയാക്കലാണ്, ഇത് കുറച്ചൊരു പുച്ഛം നിറഞ്ഞ ഇന്ത്യൻ ഒരുതരം പുച്ഛം കലർന്നൊരു സാധനമാണ്. അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ അടുത്ത ഒരു 10 സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റാണ് ഈ ഒരു ദിവസങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് കഷ്ടം. എനിക്ക് മനസ്സിലാത്തത് ഈ പുസ്തകം വായിച്ചാൽ ഇത് ഭയങ്കര സംഭവമാണ്, പുസ്തകം വായിക്കുന്നവരൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരാണ് എന്ന ഒരു ധാരണ ഏതോ കാലത്ത് വി.ഡി. സതീശൻ പുസ്തകം വായിക്കും, രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഒരു കാലത്ത് പറഞ്ഞ 2 പുസ്തകങ്ങൾ ഒരേ സമയത്ത് വായിക്കും, ഒരേ സമയത്ത് വായിക്കും. അത് അങ്ങനെ പറ്റും. ഒരു ബുക്ക് വായിക്കും, അത് കഴിഞ്ഞ് വേറൊരു ബുക്ക് വായിക്കും. കെ.സിയുടെ എനിക്കറിയില്ല, കെ.സി അത്തരം ഓപ്പറേഷൻസ് ഇല്ല, പക്ഷേ കെ.സിയുടെ ഡോക്യുമെൻ്ററി വരികയാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കഥ ഈ പൊതുവേ കേരളത്തിലെ സോഷ്യൽ മീഡിയ, അതിപ്പം ഓപ്പറേറ്റഡ് ആളുകളല്ല, വി.ഡി. സതീശന് അനുകൂലമായിട്ടൊരു ഒരു ജനവികാരമുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിനകത്തുള്ള സാധാരണ പ്രവർത്തകരുടെ വികാരമുണ്ട്. അത് ഇലക്ഷൻ റിസൾട്ട് വന്ന് അഥവാ UDF-നാണ് അനുകൂലമെങ്കിൽ അതൊരു കുറച്ച് കാര്യമായി തരംഗമായിട്ടൊക്കെ വരും. അപ്പോൾ മറുവശത്ത് MLA-മാരുടെ ഭൂരിപക്ഷം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആരും മോശക്കാരല്ല. ഒരാളെ തിരഞ്ഞെടുത്താൽ രമേശ് ചെന്നിത്തല എടുത്താൽ അയ്യേ എന്ന് പറയാൻ പാടില്ല, കെ.സി. വേണുഗോപാൽ തിരഞ്ഞെടുത്താലും ഛേ എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വിവരവും വിജ്ഞാനവും ബോധവും ഒക്കെ ഉണ്ട് എന്ന് ആളുകൾക്കിടയിൽ ഒരു സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ തന്നെ സംശയം മാറാനും കൂടെയാണെന്ന് തോന്നുന്നു. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുക. വി.ഡി. സതീശന് മോശമൊന്നുമല്ല, വി.ഡി. സതീശനും ഞാനും യോഗ്യനാണ് എന്ന് പറയുകയാണ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ തമാശകൾക്ക് എന്തിനാണിത് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ്. ജനനായകൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി മാത്രമല്ല, കേരള യാത്ര എന്ന് പറഞ്ഞിട്ടൊരു പോഡ്കാസ്റ്റ് സീരീസും കൂടെ രമേശ് ചെന്നിത്തല കേരള വികസനത്തെക്കുറിച്ചുള്ള ഒരു സംഭവമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം പറഞ്ഞ് വി ആർ കേപ്പബിൾ, ഞങ്ങൾക്കിതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ നമ്മൾ നേരത്തെ വായിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ അജയ് തറയിൽ മുഖ്യമന്ത്രി എങ്ങനെ ഒരു ദിവസമെങ്കിലും ജയിൽവാസം എന്ന് പറഞ്ഞാലേ അത് കൃത്യം നമുക്ക് ആളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഭയങ്കര നിഷ്കളങ്കമായിട്ട് ഇന്ന് വന്ന് നിന്നിട്ട് ഇന്ന് സംസാരിക്കുന്നുണ്ട്. ഇത് എല്ലാവരും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കോൺഗ്രസ്സുകാർക്ക് സഹിക്കാൻ പറ്റാതെ എനിക്ക് തോന്നുന്നു മെയ് 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഇത്തരം പ്രചരണങ്ങളുടെ അതൊരു ഉച്ചസ്ഥായിയിലേക്ക് വരും. PR ഏജൻസികൾ പറഞ്ഞു കൊടുക്കുന്ന സ്ക്രിപ്റ്റിനനുസരിച്ച് പറഞ്ഞ് എല്ലാവരും ഈ ഫൈറ്റിനകത്ത് എന്താ പറയുക, പിഗ് ഫൈറ്റ് എന്നൊക്കെ പറയാവുന്നില്ല, പക്ഷേ ഏതാണ്ട് അതുപോലെയാണ്. ഇങ്ങനെ ചെളി കിടന്ന് ഇങ്ങനെ ഉരുണ്ട് മറിയുന്ന ഒരു പരിപാടിയാണ് കാണുന്നത്. ഇന്നത്തെ സംഭവങ്ങളെ ഇങ്ങനെ വിശദീകരിച്ചാൽ മതിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളും കേപ്പബിളാണ് എന്ന് കളിക്കാനുള്ള ഞങ്ങളുടെ ഒരു ക്രെഡൻഷ്യൽ, ഞങ്ങളുടെ ഇത്തരം വല്ല പാസ്റ്റ് ഹിസ്റ്ററി ഇത് കാണിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിനകത്ത്. പക്ഷേ ആര് മുഖ്യമന്ത്രി ആകുമെന്നുള്ളത് നമുക്കും ഒരു $1 million ക്വസ്റ്റ്യനാണ്.
സർവശക്തനായ കെ കരുണാകരൻ വിചാരിച്ചിട്ട് പോലും തെരഞ്ഞെടുപ്പിന് ശേഷം ഹൈക്കമാൻഡ് വിചാരിക്കാത്ത ഒരു പൊസിഷനിലേക്ക് പോകാൻ പറ്റിയില്ല. കെ കരുണാകരൻ അവസാനം സംഘടനയിൽ നിന്ന് പുറത്തു പോകുമായിരുന്നു. അപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ആളെ ആകും. അതിൻ്റെ പേരിൽ ഒരു കലാപവും കോൺഗ്രസിനകത്ത് ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇത് ഹൈക്കമാൻഡിനെ കൂടെ കാണിക്കാനുള്ള പോഡ്കാസ്റ്റും പുസ്തകവും ഡോക്യുമെൻ്ററിയുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നിടത്ത് കോൺഗ്രസ്സിലെ കലാപങ്ങൾ, അതിനിപ്പോൾ കേരളത്തിലെ ജനങ്ങളോ കോൺഗ്രസ്സുകാരോ ഗ്രൂപ്പുകാരോ എന്ത് വിചാരിച്ചാലും അത് നടക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മെയ് 4 മുമ്പുള്ള ഈ ഓപ്പറേഷൻസ് എല്ലാം വളരെ ക്രൂഷ്യലാണ്. യെസ്, ദാവ് സാഹിബ്, ഇതിൽ ഇപ്പോൾ UDFലെ ഏറ്റവും രണ്ടാമത്തെ വലിയ കക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. അവരൊരു ടേക്ക് കൂടിയിട്ട് ഇതിൻ്റെ അകത്ത് നിർണായകം. അവരിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പറയുന്ന ഇത്തരം ചർച്ചകളിൽ അവർക്ക് അതൃപ്തി ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ലീഗിന് അഭിപ്രായമുണ്ട്, ഉപമുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിലും തങ്ങൾക്ക് അർഹതയുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ലീഗിൻ്റെ ഒരു ടേക്ക് കൂടിയിട്ട് ഇത് നിർണായകമല്ലേ? അല്ല, ലീഗിൻ്റെ ടേക്ക് സാധാരണ അതിൽ പരിഗണിക്കാറുണ്ട്. പക്ഷേ സാങ്കേതികമായി പറയുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡർ ആരാണോ അയാളാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്. പക്ഷെ അത് MLA-മാരിൽ ഭൂരിപക്ഷമുള്ള ഭൂരിപക്ഷ MLA-മാരുടെ അഭിപ്രായം എടുത്ത് ഹൈക്കമാൻഡ് തീരുമാനിക്കുക എന്നുള്ളതാണ് പൊതുവെ ഇവർ നൽകുന്ന വിശദീകരണം. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നു MLA-മാരെ സ്വാധീനിക്കാനാണോ അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ മാറ്റാനാണോ ഹൈക്കമാൻഡിനെ സ്വാധീനിക്കാനാണോ എന്നറിയില്ല. ഈ PR ഓപ്പറേഷൻ എന്ന് പറയുന്ന ഈ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ PR ടീമാണ് ഈ പണി ചെയ്യുന്നതെങ്കിൽ അവരുടെ ഈ പ്രൊഫഷണൽ ക്രെഡൻഷ്യൽ ആദ്യം ഒന്ന് പരിശോധിക്കണം ഞാൻ പറയാം. കാരണം ഇത് ഇവിടെ ഒരു 80കളുടെ തുടക്കത്തിലൊക്കെ KSUക്കാർ ക്യാമ്പസ് സെലക്ഷനിൽ കളിച്ച കളികളാണിത്. അറിയില്ലേ, KSUക്കാർ നല്ല പെൺകുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക, ഇന്ന ആളുടെ ഇത് പറയിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടി ഉണ്ടായിരുന്നല്ലോ. ആ മറ്റുള്ളൊരു ബോറൻ ഏർപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ബോറാണ് എന്ന് ഇവർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം. ഇത് ഭയങ്കര ബോറാണ്. ഇത് പറയുന്നത് ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെന്ത് പുസ്തകം വായിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇവരുടെ പുസ്തക വായന മഹത്വവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രന്ഥശാല സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് തിരഞ്ഞെടുക്കാൻ പോണത്, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് തിരഞ്ഞെടുക്കാൻ പോണത്. അപ്പോൾ അതിൽ നിങ്ങൾ ഈ കളിക്കുന്ന കളികൾ എന്തിനു വേണ്ടിയാണ് കളിക്കുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നും ഇത് മഹാബോറൻ ആയിട്ടാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നതെന്നും അവരാദ്യം തിരിച്ചറിയുക. ഇതാണ് വേണ്ടത്. പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ്സിൽ ഏതൊരു പാർട്ടിക്കും അവരുടെ നിയതമായ രീതികളുണ്ടാകും. ആ രീതി അനുസരിച്ച് അവർ തിരഞ്ഞെടുക്കട്ടെ. പറഞ്ഞാൽ ഇപ്പം റേസിലുള്ള ഈ ഫൈറ്റിലുള്ള മൂന്നാളുകൾ യോഗ്യർ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പല രീതിയിൽ ഇപ്പം ഭരണപരിചയം എന്ന് പറയുമ്പം ഞാൻ മുമ്പ് പറഞ്ഞ രമേശ് ചെന്നിത്തല 28-ാം വയസ്സിൽ മന്ത്രിയായ മനുഷ്യനാണ്. KC കേന്ദ്രത്തിലും കേരളത്തിലും മന്ത്രിയായിട്ട ആളാണ്. VD സതീശനാകട്ടെ ഈ UDF അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഡീമോറലൈസ്ഡായ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിൻ്റെ നേതൃസ്ഥാനത്ത് വന്ന് ഓരോ തിരഞ്ഞെടുപ്പിലും ഗംഭീരമായ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ്. ഇങ്ങനെ നോക്കുമ്പോൾ മൂന്നാളുകളും ആ നിലയ്ക്ക് സർവ്വതാ യോഗ്യരാണ്. പക്ഷേ അതേസമയം ഒരു പാർട്ടി എന്നുള്ളത് പല പരിഗണനകളുണ്ടാവും. പാർട്ടിയുടെ ഇൻറ്റേർണൽ ഡൈനാമിക്സ് ഉണ്ടാവും, പാർട്ടിയുടെ സോഷ്യൽ ബേസുമായി ബന്ധപ്പെട്ട ഇപ്പം ഈ മാൻഡേറ്റ് നമുക്കറിയില്ല. ഇപ്പം തിരഞ്ഞെടുപ്പിൽ പലരും പ്രവചിക്കുന്നത് പോലെയുള്ള ഒരു റിസൾട്ടാണ് വരുന്നതെങ്കിൽ അതെന്താണ് ആ മാൻഡേറ്റ് നൽകിയതിൽ UDFന് നൽകിയതിൽ പങ്കാളികളായിട്ടുള്ള സോഷ്യൽ ബേസ് എന്താണ്, അവരുടെ പ്രിഫറൻസ് എന്താണ്, ഘടകകക്ഷികളുടെ പ്രിഫറൻസ് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള പല അടരുകൾ ഇതിനകത്തുണ്ട്, പല ഘടകങ്ങളുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് ഒരു തീരുമാനത്തിൽ പാർട്ടി എത്തി. അതോ ഒരു പാർട്ടിയുടെ ഭാവിയിലുള്ള മുന്നോട്ട് പോക്കിന്, ഭാവിയിലുള്ള കരുത്തിന്, അതിൻ്റെ സോഷ്യൽ ബേസ്, അതിൻ്റെ ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളുടെ സാധ്യതകൾക്ക് ഏതാണ് ഗുണം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പല പരിഗണനയാണുള്ളത്. പക്ഷെ അതേസമയം ജനങ്ങൾ എന്തു തന്നെയായാലും ഇതിലൊരു ജനങ്ങളുടെ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവും. അത് ഈ പറഞ്ഞ CLP വിളിച്ച് ചേർത്ത് അതിൽ ആർക്ക് ഏറ്റവും കൂടുതൽ കൈവങ്ങുന്നു എന്നതിനനുസരിച്ചല്ല നടക്കുന്നത്. അത് മനസ്സിലാക്കാൻ, ജനങ്ങളുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ലീഡർഷിപ്പിൻ്റെ കഴിവാണ്. അത് മനസ്സിലാക്കാതെയാണ് തീരുമാനം എടുക്കുന്നതിൽ വലിയ അബദ്ധങ്ങളുണ്ടാവും. ഇപ്പം നമ്മൾ കാണേണ്ട കാര്യം, കോൺഗ്രസിൻ്റെ എതിരെ ഏറ്റവും മാരകമായിട്ടുള്ള ആക്രമണം നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ. അയാൾ എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലെത്തിയെന്ന് നമുക്കറിയാം. അയാൾ അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. എന്തുകൊണ്ട് അയാൾ അപ്പുറത്ത് ചാടി? ഈ പറഞ്ഞ അസമിലെ
ലോക്കൽ ഡൈനാമിക്സ് മനസ്സിലാക്കാത്തത്. ഹിമന്ത് ബിശ്വ ശർമ്മയുടെ അയാളുടെ കരുത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തതിൻ്റെ പുറത്താണ്. അതിനെക്കുറിച്ച് ഒരു പത്രത്തിൽ വന്ന വാർത്ത ശരിയാണോ തെറ്റാണെന്ന് നമുക്കറിയില്ല. ഇയാൾ പരാതികൾ പറയാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പോയപ്പോൾ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യുമായിരുന്നു? പുള്ളിയുടെ പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഹിമന്ത് ബിശ്വ ശർമ്മയുടെ പരാതികൾ കേട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് ആ മനുഷ്യനെ മുറിപ്പെടുത്തി. ഇന്ന് കോൺഗ്രസിനെതിരെ ഏറ്റവും മോശമായ രീതിയിൽ സംസാരിക്കുന്ന നേതാവ് ആരാന്ന് വെച്ചാൽ ഈ ഹിമന്ത് ബിശ്വ ശർമ്മ. കെ വി തോമസ് മാഷ് പറഞ്ഞത് ശരിയാണെങ്കിൽ ഉമ്മൻചാണ്ടിയോടും ഇതുപോലെ ചെയ്തു. അന്നും പട്ടി തന്നെയായിരുന്നു. ഈ മന്ത്രിസഭയുള്ള മധ്യപ്രദേശിലെ ആ യുവനേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യ ഇപ്പോൾ മോഡി മന്ത്രിസഭയിലിരിക്കുകയാണ്. അപ്പോൾ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അയാളുടെ അഭിലാഷങ്ങൾ നിവർത്തിച്ചു കൊടുക്കലാണോ, അതല്ല ആ സംസ്ഥാനത്തെ മാൻഡേറ്റ് എന്താണ്, ജനങ്ങളുടെ പൊതുവായ വികാരം എന്താണ്, ഒരു ഓർഗാനിക് ലീഡറായിട്ട് നിൽക്കുന്നത് ആരാണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുകയും റൈറ്റ് ചോയ്സ് എടുക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതിന് സാധിക്കാതെ വന്നാൽ ഒരു മുഖ്യമന്ത്രി തൽക്കാലത്തേക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുന്നില്ല, മറ്റൊരാൾ മുഖ്യമന്ത്രി ആകാതിരിക്കുന്നു എന്നുള്ളതല്ല, പാർട്ടിയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ സംഗതിയാണ്. അത് മനസ്സിലാക്കാനുള്ള ശേഷി, അതാണ് ലീഡർഷിപ്പിൻ്റെ ശേഷി എന്ന് പറയുന്നത്. അല്ലാതെ ഈ ജാതി ഈ ഉഡായിപ്പ് PR ഏർപ്പാടുകൾ നടത്തുക, അതിൽ സ്വാധീനിക്കപ്പെടുക, അല്ല അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ നേതാവായി മാറുക എന്നൊക്കെ പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യമില്ല. അങ്ങനെ സംഭവിക്കാതെന്നാൽ ഏത് പാർട്ടിയുടെ കാര്യത്തിലാണെങ്കിലും അതൊരു ദുരന്തമായിരിക്കും. എന്തായാലും റിസൾട്ടിന് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. കോൺഗ്രസിൽ ഇത്തരം PR പണികളൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുകൂടി നേതാക്കന്മാർ മനസ്സിലാക്കിക്കൊള്ളുക.